നമസ്കാരം. മാൻ യുണൈറ്റഡ് മലുവിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രേക്കിംഗ് ന്യൂസ്: മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അങ്ങനെ സീസണിലെ ആദ്യത്തെ സൈനിങ് ചെയ്തിരിക്കുകയാണ്. എഡർസൺ ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ഹിയർ വി ഗോ. ഡേവിഡ് ഓൺസ്റ്റീനും ഫെബ്രിസിയോ റൊമാനോവും ബ്രേക്ക് ചെയ്യുന്നു. അറ്റ്ലാന്റ ആൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റീച്ച് ആൻ എഗ്രിമെന്റ് ഫോർ ബ്രസീലിയൻ മിഡ്ഫീൽഡർ എഡർസൺ. ഡേവിഡ് ഓൺസ്റ്റീന്റെ ട്വീറ്റ് ഇതാണ്: മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റീച്ച് എഗ്രിമെന്റ് വിത്ത് അറ്റ്ലാന്റ ടു സൈൻ എഡർസൺ. Price for 26-year-old midfielder, 40.5 million euros fixed plus 4.5 million euros of potential bonuses. Personal terms in place on 4+1 year deal. Must still do medical and all parties plan to complete early July. അതെ, അങ്ങനെ കുറേ വർഷമായിട്ട്, എനിക്കൊന്ന് കഴിഞ്ഞിട്ട് 2-3 വർഷമായിട്ട് നമ്മുടെ ട്രാൻസ്ഫർ റൂമേഴ്സിൽ പറയപ്പെട്ടിരുന്ന ഒരു പേരാണ് എഡർസൺ. അങ്ങനെ അവസാനം എഡേഴ്സിനെ നമ്മൾ ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. എഡേഴ്സിനെ കുറിച്ചിട്ട് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചാമ്പ്യൻസ് ലീഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ മിഡ്ഫീൽഡിന്റെ അവസ്ഥ നമുക്കറിയാം. ഇപ്പോഴത്തെ ഒരു രീതിയിൽ കാസമീറോ പോകുന്നു, പിന്നെ ഉഗാട്ടെ മിക്കവാറും പോകും എന്നുള്ളൊരു നിലയ്ക്ക് നിൽക്കുവാണ്. പിന്നെ നമുക്ക് ആകെയുള്ള ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ കോബി മെയിനുമാണ് ആ ഒരു പൊസിഷനിൽ. അപ്പോൾ കോബി മെയിനും മാത്രം നിൽക്കുന്ന ആ ഒരു പൊസിഷനിലേക്ക് നമുക്ക് ഒരു 2-3 ആൾക്കാരെ ഉറപ്പായിട്ടും വേണം എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ആദ്യത്തെ സൈനിങ് എത്തിയിരിക്കുകയാണ്. സോ ഈ ഒരു സൈനിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളെ ത്രസിപ്പിക്കുകയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സൈനിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും വെരി ഡീസൻറ്റ് സൈനിങ്. ഇതിനകത്ത് ഒരു കാര്യം എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ പ്രൈസിങ്ങിലാണ്. ടോട്ടൽ പ്രൈസ് ഈ ഡീലിന്റെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 38.8 മില്യൺ പൗണ്ട്സ് ആണ് ആ ഒരു ഡീൽ വരുന്നത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതൊരു ഇച്ചിരി കൂടുതലാണ്. മേ ബി ഒരു 30-32 റേഞ്ചിൽ നിൽക്കുന്ന ഒരു ഡീലായിരുന്നെങ്കിൽ, സോ ഐ മീൻ ഒരു ഫൈനൽ ഇയറിൽ നിൽക്കുന്ന ഒരു പ്ലെയർ ആണ്. ഇനി ഒരേ ഒരു ഇയറും കൂടെ കോൺട്രാക്റ്റിൽ ബാക്കിയുള്ളൂ അറ്റ്ലാന്റയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയറിന് ഒരു കുറച്ച് മേ ബി ഒരു 4-5 മില്യൻ്റെ എക്സ്ട്രാ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നിരുന്നാലും ഓവറോൾ ഇറ്റ്സ് എ ഡീസൻറ്റ് സൈനിങ്. ഇതൊരു മാർക്കി സൈനിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നോട്ട് എ മാർക്കി സൈനിങ്. കാരണം നമ്മൾ മാർക്കി സൈനിങ് ആയിട്ട് നമ്മുടെ മൈൻഡിലുള്ളതെന്ന് പറഞ്ഞാൽ എലിയട്ട് ആൻഡർസൺ, ടൊനാലി, പിന്നെ ചുവമിനി, ഇവരാണ് ഒരു ടോപ്പ് ലെവൽ സൈനിങ് എന്ന് പറയുമ്പോൾ. അപ്പം ഇതൊരു സെക്കൻഡ് ലെവലാണോ തേർഡ് ലെവലാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കി കാണേണ്ടത്. സോ ഐ തിങ്ക് ദിസ് കുഡ് പ്രോബബ്ലി ബി ഒരു ഉഗാർട്ടെ റീപ്ലേസ്മെന്റ് ആയിട്ട് വേണം ഈ ഒരു സൈനിങ്ങിനെ കരുതാനായിട്ട്. ഒരു സെക്കൻഡ് ലെവലിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു ബലേബ അല്ലെങ്കിൽ മെത്യൂസ് ഫെർണാണ്ടസ്, ഇതേപോലത്തെ ഒരു പ്ലെയേഴ്സ് ആണ് സെക്കൻഡ് ലെവലിലേക്ക് ഉള്ളത്. അതും പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് വേണം ആ ഒരു സെക്കൻഡ് ലെവലിലേക്ക് വരാൻ. ചുവമിനി ആകുമ്പോൾ പിന്നെ കുറച്ചുകൂടെ ഒരു ലെവറേജ് അവിടെ കൊടുക്കാം. കാരണം വെച്ചാൽ ഹീസ് ഫ്രം റിയൽ മാഡ്രിഡ്, അതായത് ഒരു വേൾഡിലെ വൺ ഓഫ് ദ ടോപ്പ് ടീംസിൻ്റെ അകത്ത് വരുന്നത് വരുമ്പോൾ ഹീസ് ലൈക്ക് എ മാർക്കി സൈനിങ്. അപ്പോൾ അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇതൊരു ഉഗാർട്ടെ റീപ്ലേസ്മെന്റ് ആയിട്ട് വേണം നമുക്ക് കരുതാനായിട്ട്. ആൻഡ് ഈ വുഡ് ബി ഡെഫിനറ്റ്ലി എ ഗുഡ് സ്ക്വാഡ് പ്ലെയർ. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അത്യാവശ്യം ആയിട്ട് ഒരു 2-3 പ്ലെയേഴ്സിന്റെ മിഡ്ഫീൽഡിലേക്ക് വേണം. അപ്പോൾ അങ്ങനത്തെ വരുമ്പോൾ ഒരു റൊട്ടേഷൻ കളിപ്പിക്കാനും ഒരു സ്ക്വാഡിന് നിലനിർത്താനായിട്ടുള്ള ഒരു ലെവലിലേക്ക് ഹി വുഡ് ഡെഫിനറ്റ്ലി ബി എ ഗുഡ് പ്ലെയർ. ഒത്തിരി ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ടാണ് എഡേഴ്സനെ വേറെ ടീമുകൾ അധികം നോക്കാത്തത്? കാരണം വെച്ചാൽ ഇത്രയും നല്ലൊരു പ്ലെയർ ആണെങ്കിൽ, ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണെങ്കിൽ കൂടുതൽ ടീംസ് എഡേഴ്സനെ നോക്കേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഡെഫിനറ്റ്ലി അതൊരു ഒരു പ്രോപ്പർ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞു വെച്ചാൽ അത്ലറ്റിക്കോ മാഡ്രിഡ് എഡേഴ്സണിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഡീൽ നടന്നില്ല. എഡേഴ്സൺ കുറച്ചുകൂടെ താല്പര്യം പ്രീമിയർ ലീഗിലേക്ക് വരാനായിട്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ടുള്ള ടോക്സും കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്നതും ആൻഡ് ഫൈനലി ആ ഒരു ഡീല് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു മുഖ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പ്ലെയറിന്റെ ഒരു പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ ഏജ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഹീസ് 26 years old, പ്രൈമിൽ നിൽക്കുന്ന ഒരു പ്ലെയർ. അപ്പോൾ വിത്ത് ചാമ്പ്യൻസ് ലീഗ് എക്സ്പീരിയൻസ്, പിന്നെ അറ്റ്ലാന്റ പോലത്തെ ഉള്ള ഒരു ടീമിൽ നിന്ന് വരുവാണ്. നമുക്കറിയാം അറ്റ്ലാന്റയുടെ ഗാസ്പെറിനി എങ്ങനെയാണ് ആ ഒരു ടീമിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് എന്താ പറയുക, ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ്, അറ്റാക്കിംഗ് ഗെയിം കളിക്കുന്ന ഒരു ടീമാണ്. അപ്പം അവിടുത്തെ ടീമിന്റെ ഒരു മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു പ്ലെയർ തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതി നോക്കുമ്പം ഹീസ് ലൈക്ക് വാസ്റ്റ്ലി എക്സ്പീരിയൻസ്ഡ്. പിന്നെ പ്രൊഫൈലിൽ നോക്കിക്കഴിഞ്ഞാൽ ഔട്ട് ഓഫ് പൊസിഷൻ കളിക്കുമ്പോൾ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്ലെയറാണ്. പലപ്പോഴും നമുക്ക് ഔട്ട് ഓഫ് പൊസിഷൻ വരുമ്പോൾ നമ്മുടെ പ്രസ്സിങ്ങും പിന്നെ എന്താ പറയുക ഈ ബോള് തിരിച്ചു പിടിക്കുന്ന രീതിയിലൊക്കെ ആയിട്ടുള്ള ഗെയിം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഹീ എക്സൽസ്. അതാണ് എഡേഴ്സനെ കുറിച്ചിട്ട് പറയാനായിട്ടുള്ളത്. പിന്നെ ഈ കഴിഞ്ഞ ഇത്രയും വർഷം കളിച്ചതിലും എഡേഴ്സൺ മിസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആകെ 10 ഗെയിംസ് എന്തോ മറ്റോ ആണ് ഇഞ്ചറി മൂലം പുറത്തിരുന്നിട്ടുള്ളത്. അപ്പം ഹീസ് ഓൾവേസ് അവൈലബിൾ. അപ്പോൾ നമുക്ക് ഒരു
പ്ലെയർ പരിക്കൊണ്ട് പുറത്തു പോവുകയോ അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് അവൈലബിൾ അല്ലാത്തൊരു സിറ്റുവേഷൻ വരുന്ന ഒരു കാലത്തിൽ എഡർസൺ എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. മേ ബി ഒരു ബ്രൂണോ പോലത്തെ ഉള്ള രീതിയിൽ ഇൻ ടേംസ് ഓഫ് അവൈലബിലിറ്റി അല്ലേ. അപ്പോൾ അത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു സൈൻ തന്നെയാണ്. പിന്നെ അതിനുശേഷം ഇതിനകത്ത് ഈ ഒരു പ്രൈസ് ഡീൽ ഇപ്പം ഒരിച്ചിരി കൂടുതലാണ് നമ്മൾ കൊടുത്തത് എങ്കിൽ പോലും അത് ഒരു കൈകൊള്ളുന്ന ഒരു എമൗണ്ട് ഒന്നും അല്ല. ഈ 38 മില്യൺ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മിഡ്ഫീൽഡർ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡറിന് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഹെവി എമൗണ്ട് ഒന്നും അല്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു 1 ഇയർ മാത്രമേ ബാക്കിയുള്ളത് കൊണ്ടാണ് ഈ ഒരു എക്സ്ട്രാ നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡീസൻറ്റ് ഡീൽ. പിന്നെ എന്താ പറയുക, വേജസ് നമുക്കറിയാം അവിടുത്തെ ഇറ്റാലിയൻ ലീഗിൽ പ്രത്യേകിച്ച് അറ്റ്ലാന്റ പോലത്തെ ടീമിൽ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഹൈ വേജസ് എന്ന് പറഞ്ഞാൽ അല്ല, മിനിമം വേജസിൽ നിൽക്കുന്ന പ്ലേയേഴ്സാണ്. അപ്പോൾ അവർ എന്തായാലും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അവരുടെ ഒരു വേജ് ഡബിൾ ആക്കിയാൽ പോലും 100,000 പെർ വീക്ക് അതിൽ താഴെ നിൽക്കുന്ന ഒരു പ്ലെയർ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ രീതി നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ വലിയ മേജർ ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല നമ്മുടെ ഫിനാൻസിന്. അപ്പോൾ ദറ്റ് ഇസ് റിയലി ഗുഡ്. പിന്നെ എഡർസന്റെ ഒരു എൻട്രിയോട് കൂടി എനിക്ക് തോന്നുന്നു നമ്മുടെ ടീമിൽ ഏറ്റവും കൂടുതൽ അത് ഹെൽപ്പ് കിട്ടുന്ന പറഞ്ഞാൽ കോബി മെയിനു ആണ്. കോബി മെയിനു അൺലോക്ക് ചെയ്യപ്പെടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ എഡർസന്റെ പ്ലേയിങ് സ്റ്റൈൽ വെച്ചിട്ടാണെങ്കിൽ കോബി മെയിനുവിന് കൂടുതൽ ഫ്രീഡത്തോടു കൂടി കളിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഐ തിങ്ക് ദിസ് വുഡ് റിയലി ഹെൽപ്പ് കോബി മെയിനു ആൻഡ് ഓൾസോ ദ ടീം. പിന്നെ എഡർസന്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ബോൾ ക്യാരിങ് ആണ്. നല്ല രീതിയിൽ ബോൾ ക്യാരി ചെയ്തിട്ട് കൊണ്ടുപോയി ഫോർവേഡിൽ കൊണ്ടുപോയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു പ്ലെയർ ആണ് എഡർസൺ. ഇതെല്ലാം കാര്യങ്ങൾ വായിച്ചു നോക്കുമ്പം ആസ് എ ഫസ്റ്റ് സൈനിങ്, ആസ് എ ടീം നമുക്ക് മിഡ്ഫീൽഡേഴ്സിന് ഒത്തിരി അധികം ആവശ്യമുള്ള ഒരു ടീമിലേക്ക് വരാൻ പറ്റിയ ഒരു പ്ലെയർ ആണ്. നമുക്ക് വേറെയും പ്ലെയേഴ്സിനെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു തേർഡ്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു തേർഡ് ലെവലായിട്ട് ഒരു പ്ലെയർ ആയിട്ടാണ് ഞാൻ എഡർസനെ കാണുന്നത്. സോ ഡെഫിനറ്റ്ലി ഈസ് എ ഗുഡ് അഡിഷൻ ടു ദ ടീം. അപ്പോൾ എന്തായാലും ഫസ്റ്റ് സൈനിങ് ഓഫ് ദ സീസൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കംപ്ലീറ്റ് അല്ല, നമ്മൾ ടേംസ് അഗ്രീഡ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഹിയർ വി ഗോ അനൗൺസ് ചെയ്തതോടുകൂടി നമ്മുടെ ഈ സീസണിൽ വരാനിരിക്കുന്ന സീസണിലേക്കുള്ള ആദ്യത്തെ സൈനിങ് ഉറപ്പിച്ചു. ഇനി അങ്ങോട്ടേക്ക് എന്തായാലും തുടരെ സൈനിങ്സ് ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ അടുത്ത സീസൺ എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീസണാണ്. പുരോഗതിയുടെ ഒരു സീസൺ എന്നുള്ള നിലയ്ക്കാണ് ഇത് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഈ ഒരു ഫസ്റ്റ് സൈനിങ് നമുക്കൊരു എന്താ പറയുക, ഒരു ശക്തമായിട്ടുള്ളൊരു സിഗ്നലാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ടേക്കുള്ള സൈനിങ്സും നമുക്ക് ഉടനെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കും. കാരണം ഐ തിങ്ക് വി ആർ മേക്കിംഗ് എ മേജർ ഇമ്പാക്ട്. നമ്മുടെ റിക്രൂട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റും നമ്മുടെ മാനേജ്മെന്റ് ഒക്കെ വളരെ ശക്തമായിട്ട് തന്നെയാണ് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോനെ കാണുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എഡർസനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഇവിടെ നമ്മുടെ കമന്റ് സെക്ഷനിലേക്ക് എഴുതിയിടുക. ഓക്കെ, സോ പിന്നെ ഞാൻ ഇതിനു മുമ്പ് പറയുന്ന പോലെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. പിന്നെ എഡർസന് വേണ്ടിയിട്ട് നമ്മുടെ ഫസ്റ്റ് മേജർ സൈനിങ്ങിന് വേണ്ടിയിട്ട് ഒരു ലൈക്കും കൂടെ തന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.